ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് നാരായണീയത്തിലെ 1 തൊട്ടിട്ട് 3 വരെയുള്ള ദശകങ്ങളിലെ എല്ലാ ശ്ലോകങ്ങളും, അതുപോലെ തന്നെ 4ാമത്തെ ദശകത്തിലെ 5 വരെയുള്ള ശ്ലോകങ്ങളും നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ വീഡിയോസ് പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണൂ കേട്ടോ. ഇന്ന് നാരായണീയത്തിലെ 4ാമത്തെ ദശകത്തിലെ 6ാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാം. ഈ ശ്ലോകത്തില് നമ്മള് അഷ്ടാംഗ യോഗത്തിലെ അവസാനത്തെ അംഗമായ സമാധിയെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ ഈ നമ്മള് കഴിഞ്ഞ ശ്ലോകത്തില് ധാരണ പരിശീലിച്ചിട്ട് തെളിഞ്ഞു വന്ന ആ രൂപത്തെ ഇടവിടാതെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഇരുന്നു കൊള്ളാം എന്നാണ് പറഞ്ഞത് അല്ലെ. അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഇരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ചെയ്യുന്നത് എന്നാണ് ഈ ശ്ലോകത്തില്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ശ്ലോകത്തില് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഞാൻ ഈ ശ്ലോകം ഒന്ന് വായിച്ചിട്ട് ഇതിന്റെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരദാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി ദേവഭാസതേ. അപ്പോ നമുക്ക് ഇതിന്റെ ഓരോ വാക്കുകളായിട്ട് അർത്ഥം മനസ്സിലാക്കാം. ധ്യായതാം, ഇങ്ങനെ ധ്യാനിക്കുന്നവരുടെ എന്നാണ് അർത്ഥം. സകലമൂർത്തിമീ ദൃശീം ഉന്മിഷൻ മധുരതാം ഹൃദാത്മനാം. മധുരതാ ഹൃദാത്മനാം. അപ്പൊ അത് നമുക്ക് ഒന്ന് പദം പിരിച്ചു നോക്കാം. സകലമൂർത്തിയും പ്ലസ് ഈദൃശീം പ്ലസ് ഉന്മിഷത് പ്ലസ് മധുരത പ്ലസ് ഹൃദ പ്ലസ് ആത്മന. അങ്ങനെയാണ് പദം പിരിക്കുന്നത്. അപ്പോ ഈ ദൃശീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്രകാരമുള്ള സകലമൂർത്തി. നമ്മള് കഴിഞ്ഞ ശ്ലോകത്തില് മനസ്സിലാക്കിയിരുന്നു, ഭഗവാന്റെ ഓരോ അവയവങ്ങളായിട്ടാണ് അല്ലെ ഇങ്ങനെ തെളിഞ്ഞു വന്നിരുന്നത് അല്ലെ. അങ്ങനെയുള്ള ആ ഓരോ തെളിഞ്ഞു വന്നിട്ടുള്ള അവയവങ്ങളോട് കൂടിയിട്ടുള്ള ആ സകലമൂർത്തി, ആ അവയവങ്ങളോട് കൂടിയിട്ടുള്ള ആ മൂർത്തി എന്നാണ് പറയുന്നത്. അപ്പോ ഇപ്രകാരം എല്ലാ കലകളും നിറഞ്ഞ അങ്ങയുടെ ആ സ്വരൂപത്തെ ധ്യാനിക്കുകയും പിന്നെന്താണ് ചെയ്യുന്നത്? പിന്നെന്താണ് ഉണ്ടാവും നോക്കൂ. ഉന്മിഷൻ മധുരതാ ഹൃദാത്മനാം. ഉന്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദിച്ചു പൊങ്ങുക, മറ നീക്കി പൊങ്ങി വരിക. മധുരത, മധുരത പറഞ്ഞ എന്താണ്? മാധുര്യം. മധുരത പറഞ്ഞ മാധുര്യം. ഹൃദ ഹരിക്കപ്പെടുക. ആത്മനാം, ഹരിക്കപ്പെട്ട ആത്മാവിനെ ഹരിക്കപ്പെടുക. അപ്പോ ആ മനോഹരമായ ആ രൂപത്തെ ഇടവിടാതെ ഇങ്ങനെ ധ്യാനിക്കുമ്പോ ആ മനോഹരമായ രൂപത്തിൽ നിന്നും ഉദിച്ച് പൊങ്ങി വരുന്ന, അല്ലെങ്കിൽ മറ നീക്കി പൊങ്ങി വരുന്ന ആ മാധുര്യം, ആ സന്തോഷം, അതുകൊണ്ട് അപഹരിക്കപ്പെട്ട ആത്മാവോട് കൂടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോ ആ യോഗികള് പിന്നെ ആ ഭഗവാനെ ഇങ്ങനെ ധ്യാനിച്ചിട്ട് ആ സകലമൂർത്തിയെയാണ് ധ്യാനിക്കുന്നത്. ആ സകലമൂർത്തിയെ ഇങ്ങനെ ധ്യാനിച്ചിട്ട്, അല്ലാതെ നിഷ്കളമൂർത്തി ആ പരബ്രഹ്മത്തെ അല്ല ഇവിടെ ധ്യാനിക്കുന്നത്. അവയവങ്ങളോട് കൂടിയ ആ മനോഹരമായ ആ സകലമൂർത്തിയെ ഇങ്ങനെ ധ്യാനിച്ചിട്ട്, ഇടവിടാതെ ഇങ്ങനെ ധ്യാനിച്ചിട്ട് അതിൽ നിന്ന് ആ സന്തോഷം കൊണ്ട് ഉണ്ടായ ആ ആത്മാവിനെ ഹരിക്കപ്പെട്ട്, പിന്നെന്താണ്? സാന്ദ്രമോദരസ രൂപമാന്തരം.
സാന്ദ്രമോദരസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഘനീഭവിച്ച ആ സന്തോഷരസം കൊണ്ട് രൂപം കൊണ്ടിട്ടുള്ളത്. ഘനീഭവിച്ച ആ സന്തോഷരസം കൊണ്ട് രൂപം കൊണ്ട് അതുതന്നെ രൂപം എടുത്ത് വന്നതുപോലെയുള്ളതും ആ പരബ്രഹ്മത്തെയാണ് പറയുന്നത്. നമ്മള് പിന്നെ ആദ്യത്തെ ദശകത്തിലൊക്കെ മനസ്സിലാക്കിയല്ലോ അല്ലെ? ഇങ്ങനത്തെ ഈ വിശേഷണങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള രൂപമെടുത്തിട്ടുള്ള ആന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ, മനസ്സുകൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നത്, മനസ്സുകൊണ്ട് മാത്രം അനുഭവിച്ചറിയാൻ പറ്റുന്നത്. ബാഹ്യ നേത്രങ്ങൾ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ബാഹ്യ നേത്രങ്ങൾ കൊണ്ടൊന്നും നമുക്ക് കാണാനോ ഒന്നും പറ്റില്ല ആ പരബ്രഹ്മത്തെ. ആ മനസ്സുകൊണ്ട് മാത്രമേ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആ ബ്രഹ്മരൂപമയി ദേവഭാസതേ തേ അയി തേ ബ്രഹ്മരൂപം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ ബ്രഹ്മരൂപം, അങ്ങയുടെ ആ സാക്ഷാൽ പരബ്രഹ്മരൂപം അവഭാസതേ ശോഭിക്കുന്നു, പ്രകാശിക്കുന്നു എന്ന് പറയാണ്. അപ്പോ ധ്യാനിക്കുന്നത് എന്തിനാണ്? സകലമൂർത്തിയെയാണ്. ആ സകലമൂർത്തിയെ ഇങ്ങനെ ധ്യാനിച്ചിട്ട് ആ രൂപവുമായിട്ട് എന്തുണ്ടാവുന്നു? താതാത്മ്യം പ്രാപിക്കുന്നു. ആ രൂപത്തിൽ ഇങ്ങനെ ലയിച്ചു ചേരുന്നു. അതിനെയാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. ആ രൂപത്തിൽ ഇങ്ങനെ ലയിച്ചു ചേരുകയാണ്. അപ്പോ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഈ എല്ലാ അവയവങ്ങളും കൂടിയ ആ സകലമൂർത്തിയെ, എല്ലാ അവയവങ്ങളും കൂടിയ ആ മൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് ആ മനോഹരമായ രൂപത്തിൽ നിന്നും ഉദിച്ചു പൊങ്ങി വരുന്ന ആ മാധുര്യം, ആ സന്തോഷം കൊണ്ട് ആ ആത്മാവിനെ ഹരിക്കപ്പെട്ടുകൊണ്ട് ഘനീഭവിച്ച പരമാനന്ദ രസത്തോടും രൂപം കൊണ്ട മനസ്സുകൊണ്ട് മാത്രം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതും, നമുക്ക് ബാഹ്യനേത്രങ്ങൾ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല, കാണാനൊന്നും കഴിയില്ല. ബാഹ്യനേത്രങ്ങൾ കൊണ്ടൊന്നും നമുക്ക് മനസ്സുകൊണ്ട് മാത്രമേ ആ പരബ്രഹ്മത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ മാത്രമേ കഴിയുള്ളൂ. ബാഹ്യനേത്രങ്ങൾ കൊണ്ട് ആ പരബ്രഹ്മത്തെ നമുക്ക് കാണാനൊന്നും കഴിയില്ല. അങ്ങനെയുള്ള ആ പരബ്രഹ്മം, അങ്ങയുടെ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ സാക്ഷാൽ പരബ്രഹ്മം അവഭാസതേ ശോഭിക്കുന്നു, പ്രകാശിക്കുന്നു എന്ന് പറയാണ്. അപ്പോ ധ്യാനിക്കുന്നത് സകലമൂർത്തിയെയാണ്. ആ സകലമൂർത്തിയെ ധ്യാനിച്ചിട്ട് ആ രൂപത്തിൽ ഇങ്ങനെ താതാത്മ്യം പ്രാപിക്കുകയാണ്, ലയിച്ചു ചേരുകയാണ്. അതാണ് സവികൽപ്പ സമാധി എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. നമുക്ക് ശ്ലോകത്തിന് മനസ്സിലാക്കാനുള്ളത്. അപ്പോ ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാട്ടോ. ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷത് മധുരതാം ഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി ദേവഭാസതേ. അപ്പോ ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവോ എനിക്കറിയില്ല. കാരണം എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക കേട്ടോ, മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്ത അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇത് പഠിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടി അമർത്തണം കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.